ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നിതാ രാവിലെ പുഴയിൽ നിന്നാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കുടിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം പുഴയ്ക്ക് പോകുന്നേക്കാണ് കേട്ടോ തുണികളൊക്കെ അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നിൻ്റെ കൂടെ മക്കളും ഉണ്ട്. ഐഫ കിച്ചൻ തിരുമ്പ റെഡിയായി ഇറങ്ങി. അയ്യോ, ഞാൻ പോയ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നതാ. കുറേ കാലമായി പോയിക്കൊക്കെ വന്നിട്ട്. നോക്കി, നല്ല തണുത്ത വെള്ളം വന്നാൽ നല്ല തണുപ്പില്ല വെള്ളം, നല്ല രസമുണ്ട്. അല്ല വെറുതെ അല്ല, ഞാൻ പോരുണ്ടായിരുന്നപ്പോൾ എന്നാൽ വേഗം പോരുന്നത്. ചിഞ്ചുമോള് പുഴയ്ക്ക് പോരലില്ല കേട്ടോ. ഐഫക്കുട്ടി റിച്ചുവാണ് പുഴയ്ക്ക് പോരല്. പിന്നെ മഞ്ജുമോള് ട്യൂഷൻ ക്ലാസ്സിലും പോയിട്ടുണ്ട്. അപ്പം ഇന്ന് ചിഞ്ചു ഉണ്ട് കേട്ടോ ഒപ്പം. അപ്പോളാണ് ആ പറയുന്നതൊക്കെ. അപ്പോളോട് ഞാൻ വീഡിയോ എടുത്തരുമോ എന്ന് ചോദിച്ചു. അപ്പം അതിനാണ് കേട്ടോ പറയുന്നത്, എന്നെ വീഡിയോ എടുക്കാൻ കൊണ്ടുവന്നതാണില്ലേ എന്നൊക്കെ. ഈ പുഴയിൽ നിന്ന് അലക്കുമ്പോഴേ വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. എത്ര തുണികൾ അലക്കാണ്ടെങ്കിലും പെട്ടെന്ന് അലക്കലും തീരും. അതേപോലെ തന്നെ നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. അപ്പം നിലക്ക് മഴ പെയ്തതുകൊണ്ട് പുഴയിൽ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ, നല്ല ഒലിവും ഉണ്ട്. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ട് പോരുമ്പോൾ ശ്രദ്ധിക്കണം. എന്താ പറയുക, മഴയൊക്കെ പെയ്ത് പുതുവെള്ളമൊക്കെ ആകുമ്പോൾ ജലദോഷം പിടിക്കാനും സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ വെള്ളം കൂടുതലാകുമ്പം ഒലിവിലിപ്പെടാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ അതൊക്കെ പേടിയാണ്. അപ്പോൾ എന്തായാലും ഐഫക്കുട്ടി റിച്ചൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അധികം വിട്ടൊന്നും പോകാൻ ഞാൻ സമ്മതിക്കുന്നില്ല. ഞാൻ മുൾമുനിലാ നിക്കണത് ആടി കണ്ട്. പുഴ കാണുന്നതേ കുറേ കൂട്ടുകാർക്ക് ഇഷ്ടമാണ്. പുഴ അടുത്തില്ലാത്ത ആൾക്കാർക്കൊക്കെ പുഴ കാണുന്നതും അതേപോലെ പുഴയിൽ അലക്കണതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കമൻറ്റ് ബോക്സിൽ പറയലുണ്ടല്ലോ. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ടൊക്കെ ഒന്ന് വീഡിയോ കാണിച്ചതാണ് കേട്ടോ. നമ്മൾ വാഷിംഗ് മെഷീനിൽ അലക്കണ പോലെ അല്ലെങ്കിൽ വീട്ടിൽ കല്ലിൽ അലക്കണ പോലെ നല്ല പുഴയിൽ വന്നു കഴിഞ്ഞാൽ എത്ര ചളിയില്ല ഡ്രസ്സാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് അലക്കിയെടുക്കാനും പറ്റും. അതേപോലെ തന്നെ നല്ല ഒരള്ള കല്ലുമാണ്. ഞാൻ അലക്കിയപ്പോൾ ഒരു ലിക്വിഡ് ഉപയോഗിച്ചല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേന്ന് അറിയില്ല. നമ്മൾ ഹോം ഷോപ്പിലുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ അത്. പർദ വാഷ് എന്നാണ് അതിന് പേര്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുണികൾ അലക്കൽ. ചിലപ്പോൾ സോപ്പും പൊടി യൂസ് ചെയ്യും, അല്ലെങ്കിൽ അധികം അതുകൊണ്ടാണ് കേട്ടോ അലക്കൽ പർദ വാഷ് കൊണ്ട്. അതൊരു 2 അടപ്പ് വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് തുണികളെ കയ്യിലിട്ട് കുറച്ച് നേരം ഒന്ന് വെക്കുകയാണെങ്കിൽ ഏത് ചളിയിലെ ഡ്രസ്സാണെങ്കിലും ചളിയൊക്കെ ഇളകി കിട്ടോ. ഈ വെള്ള ഡ്രസ്സൊക്കെ ആകുമ്പോഴേ വെള്ളയാണെങ്കിലും അതേപോലെ തന്നെ നമ്മൾ നിസ്കാരക്കുപ്പായൊക്കെ അലക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ കുട്ടികളെ ജീൻസിൻ്റെ പാൻറ് ഉണ്ടല്ലോ, അതിലൊക്കെ ചെളിയായി കഴിഞ്ഞാൽ കല്ലുമ്മൽ വല്ലാതെ അങ്ങോട്ട് ഉരക്കാതെ ശരിക്കും പോയി കിട്ടൂല. അപ്പോൾ അങ്ങനത്തെ നിന്നൊക്കെ ചളി ഇളകി പോരാനൊക്കെ നല്ലതാട്ടോ. അങ്ങനെ പുഴയിൽ പോയി അലക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം കേട്ടോ പോയിന്നത്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. എന്ന് മൈദ ദോശയാണ്. അപ്പോൾ വന്ന പാടന്നെ അടുപ്പ് കത്തിച്ചാണ്ട് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, കറി. അപ്പോൾ ചിക്കൻ ഞാൻ രാവിലെ പോയപ്പോൾ കഴുകി വെച്ചതേന് കേട്ടോ. അപ്പോൾ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം നമുക്ക്. ഞാനെപ്പോഴും കാണിക്കുന്ന രീതിയിലല്ല കേട്ടോ, അത് വേറൊരു രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ചിക്കനൊക്കെ കഴുകി വെച്ചതുകൊണ്ട് അതിൽ ആ വെള്ളമൊക്കെ ചോർന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അതാ ഞാനൊരു പാത്രത്തിൽ ഇട്ട് അതിലേക്ക്
മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, അതേപോലെ തന്നെ നമ്മളെ ഹോം ഷോപ്പിലത്തെ പ്രൊഡക്റ്റാണ് കേട്ടോ അത്. ഞാൻ സാമ്പാർ പൗഡർ കാണിക്കലില്ലേ, അതേപോലെയുള്ള ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. സാമ്പാർ പൗഡറിൻ്റെ പോലെ തേങ്ങയൊക്കെ വറുത്തരച്ച് വരുന്ന ചിക്കൻ മസാലയാണ്. അപ്പോൾ അത് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാട്ടോ ചിക്കനിൽ ചേർത്ത് കൊടുക്കുമ്പം, കറിക്കാണെങ്കിലും അതേപോലെ ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും കുറച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ അത് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തു. പിന്നെ അരമുറി ചെറുനാരങ്ങൻ്റെ നീരും ചേർത്ത് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് വെക്കുകയാണെങ്കിൽ മസാലയ്ക്ക് നല്ലോണം പിടിച്ചോളും. അപ്പോൾ നമുക്കിപ്പോൾ 10 മിനിറ്റ് വെക്കാനൊന്നും ടൈമില്ല കേട്ടോ. നമ്മൾ മഞ്ജുമോൾ ട്യൂഷൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴത്തേന് ചോറും കൂട്ടാനൊക്കെ റെഡി ആവണം. അപ്പോൾ ഞാനിതവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. ഒരുപാട് ഓയിലൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ഓയിൽ മതി. നമുക്ക് ചിക്കൻ 2 പ്രാവശ്യമാക്കി ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ ചൂടായപ്പോൾ പകുതി ചിക്കൻ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് അവിടെ കടന്നിട്ട് അങ്ങനെ വേവട്ടെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കൻ കറിക്കുള്ള സവാളയൊക്കെ തൊലി കളഞ്ഞ് വെക്കുക. അതേപോലെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും റെഡിയാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ ചിക്കനൊക്കെ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത ചിക്കനൊക്കെ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ലോണം മുരിച്ച് ഫ്രൈ ചെയ്തെടുക്കൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് അപ്പുറം ഇട്ടിട്ടൊന്ന് മുരിച്ചെടുത്താൽ മതി. അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ ട്രിപ്പത്തത്. പിന്നെ ഇതാ ബാക്കിയുള്ളതും അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഒന്നും ഇങ്ങോട്ട് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്നാൽ അധികം ഓയിലൊന്നും വേണ്ടതിനും കുറച്ച് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ, നിങ്ങൾ കണ്ടില്ലേ. പിന്നെ വെളിച്ചെണ്ണയിലാവുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതവിടെ കടന്നിട്ട് വേവട്ടെ. പിന്നെ നമ്മൾ ചോറിന് വെള്ളം വെച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അരി കഴുകി അരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ ഇവിടെ നല്ല കാറ്റും മഴയും കേട്ടോ വൈകുന്നേരമൊക്കെ. അപ്പോൾ നമ്മൾ അവിടെ കെട്ടിന ഷീറ്റ് ഉണ്ടല്ലോ, ഷീറ്റൊക്കെ പൊട്ടി ചാടിയിട്ടുണ്ട് കേട്ടോ വെള്ളം നിന്നാണ്ടേ. ഇപ്പോൾ വെയിലാണ് കേട്ടോ. വെയിലാകുമ്പോഴത്തേന് കുക്കിംഗ് തീരും വേണം. ഒരു 10-10:30 ആയിട്ടുണ്ട് സമയം. അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. അരി പിന്നെ റേഷൻ കടിച്ചതായതുകൊണ്ട് എളുപ്പം വെന്തോളും. അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടോ. പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്യണതിൻ്റെ ഇടയിൽ ഞാൻ സവാളയൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഒരു സവാള ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത് ആ ഒരു എണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ബാക്കിയുള്ളതൊക്കെ സവാള, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ തക്കാളി, അതേപോലെ തന്നെ ഒരു 2 സവാള കേട്ടോ, അതൊക്കെ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. നല്ല കുറുകിയ ചിക്കൻ കറി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തേക്ക് മാറ്റിയെടുത്തതിന് ശേഷം ആ ഒരു എണ്ണയ്ക്ക് ഞാൻ ഒരു സവാള അരിഞ്ഞത് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ കടന്നിട്ട് വഴന്ന് വരട്ടെ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതൊക്കെ ജാറിലിട്ടിട്ടാണ്ട് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി കൊണ്ടുവരാം. അപ്പോൾ ഞാൻ അതൊക്കെ കൂടെ ഒരു ജാറിലിട്ടിട്ട് അങ്ങോട്ട് പേസ്റ്റാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഓരോന്നോരോന്ന് അരച്ചെടുക്കുകയൊന്നുമല്ല. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ സവാളയും ചെറിയ ഉള്ളിയും തക്കാളിയും ഒക്കെ ഒരു ജാറിക്ക് തന്നെ ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. പിന്നെ വേണമെങ്കിൽ 1-2 പച്ചമുളകും ചേർക്കണമെങ്കിൽ ചേർക്കുക. ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ അരച്ച് കൊണ്ടുവന്നു. അപ്പോൾ തന്നെ നമ്മൾ സവാള അവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ ഈ ഒരു ഹോം ഷോപ്പിലത്തെ ചിക്കൻ റോസ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ, ഇത് ചേർക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് മസാലപ്പൊടികളൊന്നും വേറെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ജീരകം പൊടിച്ചതോ അല്ലെങ്കിൽ ഗരം മസാലയോ പിന്നെ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കേണ്ട. അതൊക്കെ വറുത്ത് പൊടിച്ച് വരുന്നതാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചിക്കൻ മസാല. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത സമയത്ത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പ്രത്യേകിച്ച് പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ ഒരു പൊടികളെ പച്ചമണം മാറി വന്നതിന് ശേഷം നമ്മൾ ആ ഒരു അരപ്പുണ്ടല്ലോ അതിലേക്ക് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് മൂത്ത് വരണം കേട്ടോ, കുറച്ചൊന്ന് വെന്ത് വരണം. ആ ഒരു എണ്ണയിൽ കടന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്നിങ്ങോട്ട് വെന്ത് ഉഷാറായിട്ട് വരണം കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. എന്നിട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കൻ കറി നല്ല കുറുകിയ നല്ല അടിപൊളിയായിട്ടുള്ള കറിയായിട്ട് കിട്ടും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ചിക്കനേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എത്ര കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് കറി മതി, നല്ല ഗ്രേവിയോട് കൂടിയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ആവിയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. നമ്മളിപ്പോൾ ചോറുക്ക് ഒരു ഒഴിച്ച് കറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ ഒന്ന് വെന്ത് വരാനുണ്ട്. ചിക്കൻ നമ്മൾ ശരിക്കും അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ചെറിയ തീയിലിട്ട് അത് അവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ കിടന്നിട്ട് വേവട്ടെ.
പിന്നെ ചോറിന് ഒരു കൂട്ടാനും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്തോ ഉപ്പേരി വെക്കാനൊന്നും ഇല്ലേനി. അപ്പോൾ ഞാൻ മുതിര ഉണ്ടായിനി ഇവിടെ, അതുകൊണ്ട് ഒരു തോരനാക്കാമെന്ന് വിചാരിച്ച് 1 കപ്പ് മുതിര ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതന്നെ ഉണ്ടാവും നമുക്ക് 2 നേരത്തിനും കൂടെ. ഇത് കാണുമ്പം കുറച്ചുള്ളൂ എന്ന് വിചാരിച്ചു, പക്ഷേ ഇത് വെന്ത് വരുമ്പോഴേ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് മുതിര ഇതാ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ഇതിൽ കല്ലും ഒക്കെ ഉണ്ടാവും, അപ്പോൾ അരിച്ചെടുക്കണവർക്ക് അരിച്ചെടുക്കും ചെയ്യാം. ഇവിടെ നമ്മളെ ബാവുക്കാക്കൂന് ഇഷ്ടമല്ല കേട്ടോ. ഇത് എന്നോട് അറിയാം ഇത് എന്താ കുതിരക്ക് കൊടുക്കുന്നതാണ് മുതിര പറയും. അപ്പോൾ ഞാൻ മുതിര ഇതാ നല്ലോണം കഴുകിയിട്ടുണ്ട്. കഴുകിയാണ്ട് എന്താ വെള്ളം ചോരാൻ വേണ്ടിയിട്ട് അരിപ്പിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് ചോർന്ന് വരട്ടെ. അപ്പോൾ നമ്മൾ ചോറ് നോക്കിയപ്പോൾ ആ ചോറ് വെന്തിട്ടുണ്ട്. റേഷൻ കടയിലത്തെ അരി ആവുമ്പോഴേ പെട്ടെന്ന് ഊറ്റണം, ഒരു പതുക്കെ വേവിന് ഊറ്റണം, അല്ലെങ്കിൽ ആകെ പായസമാവും. അപ്പോൾ പാകത്തെ വേവാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചോറ് ഊറ്റണതിൻ്റെ മുന്നേ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചോറ് ഊറ്റുകയാണെങ്കിലേ എന്താ ഏത് കറിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിക്കാരം കേട്ടോ. ഉപ്പിട്ട ചോറാവുമ്പോൾ പ്രത്യേകിച്ച് റേഷൻ കടയിലത്തെ അരിയാവുമ്പം വെന്ത് കുഴഞ്ഞു പോകണ പേടിയില്ല. അങ്ങനെ ചോറൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതാ നമ്മളെ മുതിരത്തോരൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കഴുകി വെച്ച ആ ഒരു മുതിര ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് പിന്നെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എന്താ വെളിച്ചെണ്ണ ചേർക്കാതെ അങ്ങനെ തന്നെ പാനിലൊന്നും ചേർക്കാതെ ഇട്ടാണ്ട് വറുത്തെടുക്കുമല്ലോ, അരിയൊക്കെ വറുത്തെടുക്കണ പോലെ. അങ്ങനെ വറുത്തെടുക്കുമ്പോൾ കുറേ സമയം എടുക്കും കേട്ടോ ഇത് വറുവായി കിട്ടാൻ. നേരെ മറിച്ച് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടിട്ട് വറുത്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വറുവായി കിട്ടും. അങ്ങനെ കരിഞ്ഞു പോണ പേടിയില്ല. അപ്പോൾ ഇതാ അതിലിട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ പൊട്ടി പൊരിയുന്ന സൗണ്ടൊക്കെ വരും. നല്ല സ്മെല്ലൊക്കെ വരുമ്പോൾ നമുക്കറിയാം മുതിര വറവായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം എന്താ വറുത്തെടുക്കാനും. ഇപ്പം നമ്മളെ ചിക്കൻ കറി നോക്കിയപ്പോൾ ഇതാ നല്ലോണം തിളച്ച് വേവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കൂടെ ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ചെറിയ അടുപ്പത്തേക്ക് മാറ്റിയതാട്ടോ, അപ്പുറത്തെ അടുപ്പിൽ. പിന്നെ ഇതാ നമ്മളെ മുതിര ഇവിടെ ഞാൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. മുതിര ഇപ്പം വറവായിട്ടുണ്ട്. ഇതാ ഇതേപോലെ കളറ് മാറുമ്പോൾ നമുക്കറിയാം. കരിക്കൊന്നും ചെയ്യരുത് കേട്ടോ, കരിയുമ്പോൾ പിന്നെ അറിയാലോ ടേസ്റ്റ് മാറും എന്നുള്ളത്. മുതിര വറുത്തതേ വെറുതെ അങ്ങനെ തിന്നാനും നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇതൊന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കർക്ക് ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് മുതിരയ്ക്ക് 2 കപ്പ് വെള്ളം പാകമാണ് കേട്ടോ. പിന്നെ ഒരു 4-5 വെളുത്തുള്ളിൻ്റെ അല്ലിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വീഡിയോയിൽ കണ്ടിട്ടില്ല തോന്നുന്നുണ്ട്. പിന്നെ ഇതിന് അത്യാവശ്യം നല്ല വേവുണ്ട് കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു 5-6 വിസിൽ അടുപ്പിച്ചണം. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 വിസിലും കേട്ടോ ഞാൻ അടുപ്പിച്ചെടുക്കണത്. അപ്പോൾ കുക്കർ അടച്ചിട്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെക്കാം. മുതിര നിങ്ങൾ ആരെങ്കിലും വെക്കലുണ്ടോ? ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ മുതിര നല്ലതാണെന്ന് പറയുന്നേക്കാം. ചൂടുള്ള സമയത്ത് മുതിര കഴിക്കരുത് എന്നും പറയുന്നത് കേൾക്കാം. മഴക്കാലം ആകുമ്പോൾ ശരീരത്തിന് നല്ലതാണ്. കാലുവേദന, കൈവേദന അങ്ങനെയുള്ള എന്താ വേദനകൾക്കൊക്കെ കുറവുണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടോ. അമ്മമാരൊക്കെ പറയുന്നത് കേട്ടിക്കണ് ഞാൻ. അപ്പോൾ നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള നല്ല കുറുകിയ ചിക്കൻ കറിയാണ്. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാ ആൾക്കാർക്ക് നമ്മളെ ഹോം ഷോപ്പിലത്തെ ചിക്കൻ റോസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറയുക. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയലുണ്ട്, നമ്മൾ ഈ ഒരു വാർഡിൽ കൂടെയൊക്കെ എന്താ അത് വിൽക്കാൻ HSOമാരുണ്ട്. ഓരോ കയ്യിലുണ്ടാവും കേട്ടോ ചിക്കൻ റോസ്റ്റും അതേപോലെ സാമ്പാർ പൗഡറൊക്കെ. അപ്പോൾ ഓരോ കയ്യിൽ നിന്ന് വാങ്ങിച്ചോണ്ടി 45 രൂപയാണ് കേട്ടോ ഒരു പാക്കിന്. അങ്ങനെ മുതിരയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടേ പിന്നെ നമ്മളെ എന്താ പുഴയിൽ നിന്ന് കൊണ്ടുവന്ന തുണികളൊക്കെ വിരിച്ചിടാണ്ടേന് കേട്ടോ. അപ്പോൾ അതൊക്കെ വിരിച്ചിട്ടു. ഉച്ച കഴിഞ്ഞാൽ മഴയല്ലേ, അപ്പോൾ രാവിലത്തെ ഈ ഒരു വെയിലിന് തോരയിടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടിക്കോളും. ഇല്ലെങ്കിൽ പിന്നൊക്കെ എന്താ ഉണങ്ങാഞ്ഞാലേ തുണികൾ ഉണങ്ങാഞ്ഞാൽ വലിയ ഗതികേടാണ്. അകത്ത് കൂടെ അവിടെ ഇവിടെയൊക്കെ തൂക്കി വലിച്ച് നടക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഞാൻ തുണികളൊക്കെ വിരിച്ചിട്ട് വന്നപ്പോൾ തന്നെ ഇതാ നമ്മളെ മുതിരയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരമായി കുക്കർ വിസിലടിച്ച് ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ പ്രഷറൊക്കെ പോയിട്ട് തുറന്ന് നോക്കിയപ്പോൾ മുതിരയൊക്കെ വന്നിട്ടുണ്ട്. വെള്ളമല്ല കേട്ടോ, അധികം വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമുള്ളൂ. അത് കുഴപ്പമൊന്നുമില്ല, അത് നമുക്ക് ഒന്ന് വലിച്ചെടുക്കാം. അപ്പോൾ ഇനി ആ ഒരു തോരൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാന് വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിനും അതേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി കൂടുതൽ ചേർക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാട്ടോ, എത്ര ചേർത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിക്ക് കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ വറ്റൽമുളകും ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്, അതേപോലെ തന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ എരിവൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ മുതിര വേവിച്ചപ്പം 2 പച്ചമുളക് ചേർത്തിക്കണമല്ലോ. അപ്പോൾ ഇതിക്കൊരു 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടേനും അത് ഇതിക്ക് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇനി തേങ്ങയും പച്ചമുളകും ഒന്ന് ഒതുക്കിയിട്ട് അങ്ങനെ ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ വറുത്ത് ചേർക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഈ ഒരു തോരന്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച മുതിര ഉണ്ടല്ലോ അത് നമുക്ക് ഇതിക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാട്ടോ ആ ഒരു തേങ്ങൻ്റെ ആ ഒരു പച്ചച്ചവയൊക്കെ ഒന്ന് മാറി കിട്ടിയാൽ മതി. അല്ലാതെ നല്ലോണം ഇങ്ങോട്ട് റോസ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതാ ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുതിര ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ മുതിരത്തോരൻ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കൽ. ഇതിനി നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല വൈകുന്നേരം കട്ടൻ ചായൻ്റെ ഒക്കെ കൂടെ ഒക്കെ കഴിക്കാനേ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉമ്മയൊക്കെ ഞങ്ങൾക്കൊക്കെ കുട്ടികളെ അതിനൊക്കെ ഉണ്ടാക്കി തരലുണ്ട്. ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ 4 മണിക്ക് ചായക്കൊക്കെ ഇതേപോലെ മുതിരയൊക്കെ വെച്ച് തരലുണ്ട്. നിങ്ങളെങ്ങനെ മുതിരത്തോരൻ ഉണ്ടാക്കലെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മുതിര അരച്ചിട്ട് ചോറിന് കറി ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇതേപോലെ വറുത്ത് മിക്സിൻ്റെ ജാറിലിട്ടാണ്ട് അരച്ചാണ്ട് തേങ്ങയൊക്കെ അരച്ച് നല്ല അടിപൊളി കറി ഉണ്ടാക്കലുണ്ട് പുളിയൊക്കെ ചേർത്തിട്ട്. അപ്പം എൻ്റെ മുതിരത്തോരൻ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിനുള്ളത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മളെ ചിക്കൻ കറിയും അതേപോലെ തന്നെ മുതിരത്തോരനും പിന്നെ സ്പെഷ്യലായിട്ട് എന്താ കുറച്ച് തൈരല്ല മോരും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറ് വിളമ്പട്ടെ ഇനി ചൂടോട് കൂടിയിട്ട് തന്നെ. അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ചിക്കൻ കറി ഉണ്ടല്ലോ നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള നമ്മൾ ചിക്കൻ കറിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ചോറ് വിളമ്പിയ പാത്രം മണ്ണിൻ്റെ ചട്ടിയല്ല മണ്ണിൻ്റെ പാത്രമാണ് കേട്ടോ. നമുക്ക് എന്താ കുറേ മുന്നേ റിച്ച് മോനൊക്കെ അംഗനവാടി പഠിക്കണം എന്നാണ് കേട്ടോ. ഫുഡ് ഫെസ്റ്റിവൽ ഉണ്ടായിനും അംഗനവാടിയിൽ. അതിന് ഫസ്റ്റ് കിട്ടിയപ്പോൾ അങ്ങനെ ബ്ലോക്കൊക്കെ കൊണ്ടുപോകുമല്ലോ. അങ്ങനെ ബ്ലോക്കൊക്കെ മത്സരത്തിന് കൊണ്ടുപോയപ്പോഴേ അവിടുന്ന് ഫുഡൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ചട്ടി കേട്ടോ. ഞാനത് ചട്ടിയല്ല പാത്രം. അപ്പോൾ റിച്ച് മോന് ഇപ്പോൾ എത്ര വയസ്സായി? 12 വയസ്സായി. അപ്പോൾ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു പാത്രം കേട്ടോ അത്. അതിൻ്റെ കൂടെ വാങ്ങിയതാണ് ഈ ചെറിയ ചട്ടികളും. അപ്പോൾ അതിലാണ് കേട്ടോ ചോറൊക്കെ വിളമ്പിയിട്ടുള്ളത്. ചോറല്ല കറികളൊക്കെ വിളമ്പിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചിക്കൻ കറിയും അതേപോലെ തന്നെ മുതിരത്തോരനും പിന്നെന്താ ഐഫക്കുട്ടി ഉണ്ടാക്കിയതാട്ടോ പയറുപ്പേരി കുറച്ചുള്ളൂ. അപ്പോൾ അതും ഒക്കെ വിളമ്പിയിട്ടുണ്ട്. അതേപോലെ കുറച്ച് മോരും ഉണ്ടാക്കിയിട്ടുണ്ട് കാന്താരി മുളകൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വീട്ടിലുണ്ടാകുമ്പോൾ അതേപോലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ അധികം കൂട്ടാനൊക്കെ കൂട്ടിയിട്ട് കഴിക്കാനൊരു പൂതിയാണ് കേട്ടോ. നേരെ മറിച്ച് വർക്കിനൊക്കെ പോണ ദിവസമാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചമ്മന്തി കിട്ടിയാലും ചോറ് കഴിക്കും അങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതേപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അൽഹംദുലില്ലാ നമുക്ക് 92K സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ 100K ആവട്ടല്ലേ വേഗം. സന്തോഷം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത്. ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.